ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫിദൂസ് ഇൻ വണ്ടർലാൻഡ്. 2020 റിലീസായ ചെന്നായകളുടെയും മനുഷ്യരുടെയും നല്ല ഡോഗുകളുടെയും കഥ പറഞ്ഞ മൂവിയാണ് 100% വൂൾഫ്. കഥയുടെ സസ്പെൻസ് കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അന്ന് പൂർണ്ണചന്ദ്ര ദിവസമായിരുന്നു. ചെന്നായകളുടെ ഒരു കൂട്ടം അതിവേഗത്തിൽ എവിടേക്കോ പോവുകയാണ്. ഒരു പയ്യനും അതിവേഗത്തിൽ അവിജനമായ തെരുവിലൂടെ ധൃതിയിൽ ഓടുന്നു. അവന്റെ കയ്യിൽ തിളങ്ങുന്ന ഒരു മോതിരമുണ്ട്. ഒരു ബിൽഡിങ്ങിൽ തീ പിടിച്ചിരിക്കുകയാണ്. അവിടേക്കാണ് ഈ ചെന്നായക്കൂട്ടം ഓടിപ്പോയത്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ചെന്നായകൾ അപകടത്തിലായ ആളുകളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്ന്. നമ്മൾ നേരത്തെ കണ്ട പയ്യനും ആ മോതിരത്തിന്റെ സഹായത്താൽ ഞാനും രക്ഷിക്കും എന്ന് പറഞ്ഞ് അവിടേക്ക് വന്ന് തീ പിടിച്ച മുറിയിലേക്ക് പോയി. എന്നാൽ ചൂട് സഹിക്കാനാവാതെ തലയിൽ തീ പിടിച്ച് പുറത്തേക്ക് തന്നെ ഓടി വന്നു. ഈ ഓടുന്ന പയ്യനാണ് നമ്മുടെ ഈ കഥയിലെ ഹീറോ ഫ്രെഡി. ഇവന്റെ അച്ഛനും അങ്കിളും മറ്റു ബന്ധുക്കളുമാണ് ഈ ചെന്നായകൾ. എന്ന് വെച്ചാൽ ഇവർ വെയർവൂൾഫാണ്. സാധാരണ ദിവസങ്ങളിൽ മനുഷ്യരും രാത്രി പൂർണ്ണചന്ദ്ര ദിവസങ്ങളിൽ ചെന്നായകളുമായി മാറാൻ ഇവർക്ക് കഴിയും. ഫ്രെഡി ചെറുതായതുകൊണ്ട് തന്നെ അവൻ ഇതുവരെ വൂൾഫായി മാറിയിട്ടില്ല. അവന് ഒരു പൂർണ്ണ ചെന്നായ ആവാൻ ഇനിയും 6 വർഷം കൂടി വേണം. അതുകൊണ്ട് തന്നെ നീ എങ്ങനെയാണ് ഇത്ര കൃത്യമായി ഇവിടേക്ക് വന്നത് ഫ്രെഡി? അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മോൺസ്റ്റോൺ റിംഗ് ഉള്ളത് പറയാതെ ഇതെല്ലാം എൻ്റെ സ്കിൽസാണ് അങ്കിൾ എന്ന് തള്ളിവിടുന്നു. എന്നാൽ ആ കള്ളം അധിക നേരം നിന്നില്ല. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മോൺസ്റ്റോൺ റിംഗ് എല്ലാവരും കണ്ടു. അവൻ്റെ അങ്കിൾ ഹോസ്പർ അവനെ ചീത്ത പറയാൻ തുടങ്ങി. ഇത് ശത്രുക്കളുടെ കയ്യിൽ കിട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയാമോ ഫ്രെഡി? അവനൊരു കുട്ടിയായതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അത് ക്ഷമിച്ചു. വീണ്ടും അവർ അപകടത്തിലായ ആളുകളെ രക്ഷിക്കാനായി പോകുന്നു. ഫ്രെഡിക്ക് കഴിയുന്നത് പോലെയെല്ലാം അവൻ സഹായിക്കുന്നു. എന്നാൽ അവൻ്റെ അങ്കിളായ ഓസ്പറിന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഹോട്ട്സ്പർ ഫ്രെഡിയെ കുറ്റം മാത്രം പറയുകയാണ്. എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയപ്പോഴും ഫ്രെഡി വിഷമിച്ചു നിൽക്കുന്നത് കണ്ട അവൻ്റെ അച്ഛൻ അവനെ തൻ്റെ പുറത്തിരുത്തി സന്തോഷിപ്പിക്കാനായി ആ ബിൽഡിങ്ങുകളുടെ മുകളിലൂടെയും കാട്ടിനുള്ളിലൂടെയും എല്ലാം അതിവേഗത്തിൽ യാത്ര ചെയ്യുന്നു. ആ യാത്ര ഫ്രെഡിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് അവിടേക്ക് ഒരു വാഹനം വരുന്നത്. ഫ്ലാഷ് ഹാർ പെട്ടെന്ന് തന്നെ നിന്നു. അത് കാരണം ഫ്രെഡി തെറിച്ച് റോട്ടിലേക്ക് വീണു. ആ വാഹനം ഫ്രെഡിയെ ഇടിക്കാതിരിക്കാൻ ഫ്ലാഷ് ആർട്ട് അവനെ എടുത്ത് കാട്ടിനുള്ളിലേക്ക് പോയി. അതൊരു ഐസ്ക്രീം വണ്ടിയായിരുന്നു. അതിലെ ഫോസ്വെൽ സ്ക്രിപ്പ് എന്ന ആൾ ഫ്ലാഷ് ആർട്ടിനെയും ഫ്രെഡിയെയും കണ്ടിരുന്നു. സ്ക്രിപ്പ് വിചാരിച്ചത് ഒരു ചെന്നായ കുട്ടിയെ തിന്നാനായി എടുത്തുകൊണ്ടു പോയി എന്നാണ്. സ്ക്രിപ്പ് പേടിച്ചിട്ടാണെങ്കിലും താൻ കണ്ട കുട്ടിയെ ചെന്നായയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനായി കാട്ടിനുള്ളിലേക്ക് പോയി. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഫ്രെഡി, അച്ഛാ, എനിക്ക് ആരെയും പേടിയില്ല. ഞാൻ ഒരു ശക്തനായ വൂൾഫാകും. മൂൺസ്റ്റോൺ സ്പിരിറ്റാണ് നമ്മൾ എങ്ങനത്തെ വൂൾഫാവണം എന്ന് തീരുമാനിക്കുന്നത്. ഒരു ശക്തനായ നല്ല വൂൾഫാവാൻ വലിയ നഖങ്ങളോ കൂർത്ത പല്ലുകളോ അല്ല ആവശ്യം. നല്ലൊരു മനസ്സാണ് ഫ്രെഡി. നമ്മുടെ കൂടെ അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. പെട്ടെന്ന് അവിടേക്ക് സ്ക്രിപ്പിന്റെ ശബ്ദം കേൾക്കുന്നു. ഫ്രെഡിയും ഫ്ലാഷ് ആർട്ടും ഒരു പാറയുടെ പിറകിൽ ഒളിച്ചു. സ്ക്രിപ്പ് ഫ്രെഡിയുടെ കയ്യിലെ മൂൺസ്റ്റോൺ റിങ്ങിന്റെ വെളിച്ചം കണ്ട് അവനെ കണ്ടുപിടിച്ചു. എന്നാൽ കൂടെയുണ്ടായിരുന്ന ഫ്ലാഷ് ആർട്ടിനെ കണ്ടു പേടിച്ചതും പുറകിലേക്ക് മാറി. അവൻ താഴേക്ക് വീഴാൻ പോയപ്പോൾ ഫ്ലാഷ് ആർട്ട് വന്ന് പിടിച്ചു. എന്നിട്ട് അവനെ രക്ഷിച്ചു. എന്നാൽ ഫ്ലാഷ് ആർട്ട് താഴേക്ക് വീഴുകയാണ് ഉണ്ടായത്. അവിടെയുണ്ടായിരുന്ന ഓട്സ്പർ ഫ്രെഡിയെ അവിടെ നിന്നും എടുത്തുകൊണ്ടു പോകുന്നു. ഇതിനിടയ്ക്ക് ഫ്രെഡിയുടെ കയ്യിൽ നിന്നും തെറിച്ചു പോയ മൂൺസ്റ്റോൺ റിങ് കിട്ടുന്നത് സ്ക്രിപ്പിനാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഫ്ലാഷ് ആർട്ടിന്റെ മരണാനന്തര ചടങ്ങുകളാണ്. എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. ഫ്രെഡിക്ക് ഇപ്പോഴും തൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഫ്ലാഷ് ഹാർട്ടിന്റെ ബോഡി ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. എന്നാലും അവർ ഫ്ലാഷ് ഹാർട്ട് മരിച്ചു എന്ന് തന്നെ കരുതുന്നു. ചെന്നായകളുടെ തലവനായ ഫ്ലാഷ് ഹാർട്ട് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന്റെ മകനായ ഫ്രെഡിക്ക് ഒരു പൂർണ്ണ ചെന്നായ ആവാൻ 6 വർഷം കൂടി വേണം. അതുവരേക്കും ചെന്നായകളുടെ തലവസ്ഥാനം സ്വീകരിക്കുന്നത് ഓസ്പറാണ്. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും 6 വർഷങ്ങളും കടന്നു പോയി. ഇന്നാണ് ഫ്രെഡി 100% വൂൾഫാകുന്ന ദിവസം. അതിൻ്റെ പാർട്ടിയും ഒരുക്കങ്ങളുമാണ് പുറത്ത് നടക്കുന്നത്. മിസ്സിസ് മാർട്ടൺ ഇവരാണ് ഫ്രെഡിയെ ചെറുപ്പം മുതൽ നോക്കിയിരുന്നത്. ഈ നിമിഷവും മിസ്സിസ് മാർട്ടൺ അവനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവരുടെ കൂട്ടത്തിൽ കുറച്ചും കൂടി ഉയർന്ന പൊസിഷനിലുള്ള വൂൾഫുണ്ട്. അവരാണ് ഈ വൈറ്റ് ഡ്രസ് ഇട്ടവർ. ഇവരാണ് പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതും. അവരോട് ഓസ്പർ, ഫ്രെഡി ഇപ്പോഴും ചെറിയ പയ്യനാണ്. അവൻ്റെ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എന്ന് കരുതി
അവനല്ല വൂൾഫ് കൂട്ടത്തിന്റെ തലവനാവേണ്ടത്. ഒരു തലവനാവാൻ ശക്തി വേണം, ബുദ്ധി വേണം, എന്നെ പോലെ ധൈര്യവും വേണം. ഞാൻ നമ്മുടെ ശത്രുക്കളായ ഡോഗ്സിനെ കൊല്ലാൻ ഒരു ഫാക്ടറി വരെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല 6 വർഷം തലവനായ എക്സ്പീരിയൻസും എനിക്കുണ്ട്. അപ്പോൾ ആ ഗ്രേഡ് കൂടിയ വൂൾഫും അതെല്ലാം ശരിയാണ്, എന്നാൽ നിന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ട്. അതെന്താണെന്നറിയാമോ? ഒരു സാധാരണ മനുഷ്യന്റെ കയ്യിൽ നിന്ന് മൂൺ സ്റ്റോൺ റിംഗ് ഇതുവരെയായിട്ടും നിനക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ പറയുന്നത് സ്ക്രിപ്പിനെ പറ്റിയാണ്. അവന്റെ കയ്യിലാണ് ഇപ്പോൾ മൂൺ സ്റ്റോൺ റിംഗ് ഉള്ളത്. അവൻ ഒരു വെയർവൂൾഫ് മ്യൂസിയം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അവിടേക്ക് ചെന്നായകൾ വരാതിരിക്കാൻ ചെന്നായകളെ സ്കാൻ ചെയ്യാൻ ക്യാമറ, ചെന്നായകളെ പിടിക്കാനുള്ള ട്രിക്കുകൾ, അങ്ങനെ പലതുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചെന്നായക്കും അവന്റെ കയ്യിൽ നിന്നും റിംഗ് എടുത്തുകൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. നീയും ആ മൂൺസ്റ്റോൺ റിംഗ് കൊണ്ടുവരികയാണെങ്കിൽ നിനക്കും തലവനാവാമായിരുന്നു. ഗ്രേഡ് കൂടിയ വൂൾഫുകൾ അവിടെ നിന്നും പോയി. ഹോട്ട്സ്പറിന്റെ 2 മക്കൾക്കും ഫ്രെഡിയെ ഒരു വിലയുമില്ല. അവർ അവനെ കളിയാക്കിയിട്ട് പോകുന്നു. അങ്ങനെ ആ സമയമായി ഫ്രെഡി ഒരു വൂൾഫ് ആവാൻ മൂൺ ലൈറ്റിൽ വന്നു നിൽക്കുകയാണ്. മറ്റു വൂൾഫുകളും ശബ്ദമുണ്ടാക്കി ആകാംക്ഷയോടെ നിൽക്കുന്നു. എന്നാൽ നമ്മുടെ ഫ്രെഡി വെയർവൂൾഫ് ആവാതെ ക്യൂട്ടായ ഒരു നായക്കുട്ടിയായി മാറി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് അവിടെയുള്ള ആർക്കും അറിയില്ല. ഫ്രെഡി പോലും തന്റെ രൂപം കണ്ട് ഞെട്ടി. ഇത് തന്നെ അവസരം എന്ന് മനസ്സിലാക്കിയ ഓസ്പർ അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. ഇവൻ മൂൺസ്റ്റോൺ കളഞ്ഞതുകൊണ്ട് ഇവനിക്ക് ശാപം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡോഗിന് ഒരിക്കലും ഒരു തലവനാകാൻ കഴിയില്ല. അപ്പോൾ ആ ഗ്രേഡ് കൂടിയ വൂൾഫും നിനക്ക് നാളെ ഫുൾ മൂൺ വരെ സമയമുണ്ട്. അതിനുള്ളിൽ നീ ഒരു വൂൾഫ് ആയില്ലെങ്കിൽ മൂൺ സ്പിരിറ്റിന് ഒന്നും ചെയ്യാനാവില്ല. ഫ്രെഡി വിഷമത്തോടെ തന്റെ മുറിയിലേക്ക് പോയി. എന്നാൽ അവിടെയും അവനെ കളിയാക്കാനായി ഓസ്പറിന്റെ 2 മക്കൾ വരുന്നു. എന്നിട്ട് അവനെ പിടിച്ച് അവന്റെ ദേഹത്ത് കളറാക്കുന്നു. മാത്രവുമല്ല സിൽവറിന്റെ ഒരു റിങ് ഇട്ട് അവനെ ലോക്ക് ചെയ്യുകയും ചെയ്തു. ഇനി ആ റിങ് മാറ്റുകയല്ലാതെ അവനൊരു മനുഷ്യനായി മാറാൻ സാധിക്കില്ല. ഇതുതന്നെ ആ കുട്ടികൾക്കും വേണ്ടിയിരുന്നത്. കാരണം ഫ്രെഡി ഒരു വൂൾഫായി മാറിയില്ലെങ്കിൽ അവരുടെ അച്ഛൻ തന്നെ തലവനായി തുടരുമല്ലോ. ഫ്രെഡി എങ്ങനെയൊക്കെയോ അവിടെ നിന്നും രക്ഷപ്പെട്ടു പുറത്തേക്ക് വന്നു. ഫ്രെഡി മൂൺസ്റ്റോൺ റിംഗ് കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അവൻ തന്റെ വീട്ടിൽ നിന്നും സിറ്റിയിലേക്ക് വന്നു. അവിടുന്ന് സ്ട്രീറ്റ് ഡോഗായ ബാറ്റി എന്ന പെൺഡോഗിനെ പരിചയപ്പെട്ടു. ബാറ്റിയോട് ഫ്രെഡി താൻ ഒരു ഡോഗ് അല്ലെന്നും ഒരു മനുഷ്യനാണെന്നും പറയുന്നു. എന്നാൽ ബാറ്റി വിചാരിക്കുന്നത് മനുഷ്യർ വളർത്തിയിരുന്ന ഒരു നായക്കുട്ടിയാണ് ഇവൻ ആദ്യമായി സിറ്റിയിൽ ഒറ്റപ്പെട്ടതുകൊണ്ട് കിളിപ്പോയിരിക്കുകയാണ് എന്ന്. ഒരു സാധാരണ ഡോഗിന്റെ കൂടെയൊന്നും ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ തിരിഞ്ഞു നടന്നു. എന്നാൽ അവിടെയുണ്ടായിരുന്ന പലതരം ഡോഗ്സിനെ കണ്ട് പേടിച്ച് തിരിച്ച് ബാറ്റിയുടെ അടുത്തേക്ക് തന്നെ വന്നു. പാവം. എനിക്ക് ഒരാളെ കണ്ടെത്തണം. അയാളുടെ പേര് ഫോക്സ്വെൽ. സ്ക്രിപ്പ് ഐസ്ക്രീം കട നടത്തുന്നു. എൻ്റെ അച്ഛൻ മരിക്കാൻ കാരണം അയാളാണ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ വിലപ്പെട്ട ഒരു വസ്തു അയാളുടെ കയ്യിലുണ്ട്. എനിക്കത് വേണം. അതിനു വേണ്ടി കൂടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എൻ്റെ വീട്ടിൽ ഒരുപാട് ഫുഡുകളുണ്ട്. അതെല്ലാം ഞാൻ നിനക്ക് തരാം. എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ബാറ്റി അത് സമ്മതിച്ചു. അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് 2 പട്ടിപ്പിടുത്തക്കാർ ബാറ്റിയെ പിടിക്കാനായി വരുന്നത്. ബാറ്റി ഒരു സ്ട്രീറ്റ് ഡോഗ് ആയതുകൊണ്ട് തന്നെ അവൾക്കിതെല്ലാം സാധാരണമാണ്. അവൾ കൂളായി അവരെ പറ്റിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടു. എന്നിട്ട് ബാറ്റി ഫ്രെഡിയോട് പറയുകയാണ്, ഇനി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നീ ഒരു സാധാരണ ഡോഗ് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ നിൽക്കണം. ബാറ്റിയുടെ ഹെൽപ്പിന് വേണ്ടി ഫ്രെഡിയും ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. അവസാനം അതെല്ലാം അവനും ഇഷ്ടപ്പെട്ടു. എവിടേക്കോ പോകുന്ന ചെന്നായ കൂട്ടത്തെ കണ്ട് ബാറ്റി ഒളിച്ചു നിന്നു. എന്നിട്ട് ഫ്രെഡിയോട് പറയുകയാണ്, നിനക്കറിയാമോ, എന്നോട് എല്ലാ ഡോഗ്സും പറഞ്ഞിട്ടുണ്ട് വൂൾഫ് അവർ ദുഷ്ടന്മാരാണ്. ഫുൾ മൂൺ ദിവസം അവർ മനുഷ്യരെ മൂൺ സ്പിരിറ്റിന് ബലി കൊടുക്കും. എന്നിട്ട് അവരുടെ രക്തം കുടിക്കും. ദുഷ്ടന്മാർ. ഫ്രെഡി ഇതെല്ലാം നുണയാണെന്ന് എതിർക്കുന്നു. എന്നാൽ ബാറ്റിയുടെ വാശിക്ക് മുന്നിൽ തനിക്കും വൂൾഫിനെ ഇഷ്ടമല്ല എന്ന് പറയേണ്ടി വന്നു. അങ്ങനെ അവർ സ്ക്രിപ്പിന്റെ വൂൾഫ് മ്യൂസിയത്തിന്റെ അടുത്തെത്തി. ബാറ്റി തനിക്ക് ഈ സ്ഥലം കാണിച്ചു തരാൻ മാത്രമുള്ളൂ എന്ന് പറഞ്ഞ് അവൾ അവിടെ ഇരുന്നു. ഫ്രെഡി ഒറ്റയ്ക്ക് മ്യൂസിയത്തിന്റെ അടുത്തേക്ക് പോയി. ചെന്നായകളെ സ്കാൻ ചെയ്യുന്ന ക്യാമറയിൽ അവനൊരു ഡോഗാണെന്ന് കാണിച്ചു. അതുകൊണ്ട് തന്നെ കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ ഫ്രെഡി മ്യൂസിയത്തിനുള്ളിലേക്ക് കയറി വളരെ ഈസിയായി തന്നെ മൂൺ സ്റ്റോൺ റിംഗ് എടുത്തു. എന്നാൽ അത് പൊട്ടിപ്പോയി. കാരണം അത് ഡ്യൂപ്ലിക്കേറ്റ് റിംഗ് ആയിരുന്നു. ശബ്ദം കേട്ട് അവിടേക്ക് വന്ന സ്ക്രിപ്പിന്റെ കയ്യിൽ തന്നെ ഒറിജിനൽ റിംഗ് ഉണ്ട്. റിംഗ് എടുക്കാൻ മാത്രം വന്ന ഫ്രെഡിയെ സ്ക്രിപ്പിന് സംശയം തോന്നി. ഇനി ഇവൻ വല്ല വൂൾഫും ആണെങ്കിലോ? അയാൾ അവനെ വാനിലേക്ക് കൊണ്ടുപോയി അവന്റെ ജീന് ടെസ്റ്റ് ചെയ്യുന്ന പല സ്കാനുകളും എടുക്കുന്നു. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ആരോ വാനിൽ വന്ന് മുട്ടുന്നു. ആർക്കാടാ ഈ പാതിരാത്രിയിൽ ഐസ്ക്രീം വേണ്ടത്? അവിടെ ആരുമില്ല. നമ്മുടെ ഫ്രെഡിയെ അങ്ങനെ തനിച്ചാക്കാൻ ബാറ്റിക്ക് കഴിയുമോ? അവൾ ആ വാനിനുള്ളിൽ വന്ന് ഫ്രെഡിയെ രക്ഷപ്പെടുത്തുന്നു.
ഫ്രെഡി അതിനിടയ്ക്ക് സ്ക്രിപ്പിന്റെ കയ്യിൽ കടിച്ച് റിങ്ങും സ്വന്തമാക്കി. അങ്ങനെ അവർ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയി. അവിടെ നിന്നും ഫ്രെഡി പോയതിനു ശേഷമാണ് സ്കാനറിൽ അവന്റെ ഡീറ്റെയിൽസ് വരുന്നത്. ബാറ്റിക്കും ഫ്രെഡിക്കും റിങ് കിട്ടിയതിൽ സന്തോഷമായി. ബാറ്റി ഫ്രെഡിയോട് നമ്മുടെ ഡീൽ പ്രകാരം നീ എന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഫുഡ് തരണമെന്ന് പറഞ്ഞു. എന്നാൽ താനും തൻ്റെ ഫാമിലിക്കാരും വൂൾഫ് ആയതുകൊണ്ട് ഡോഗ്സിനെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലാലോ. അതുകൊണ്ട് ഫ്രെഡി ബാറ്റിയോട് ഈ സമയത്ത് ഞാൻ ഒരു ഡോഗിനെ എങ്ങനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും? എന്നാൽ ബാറ്റിക്ക് അത് ഹെട്ടായോ, നീ വലിയ വീട്ടിലെ ഡോഗായതുകൊണ്ട് എന്നെപ്പോലെ തെരുവിലെ നായയെ കൊണ്ടുപോകാൻ മടിയുണ്ടാകും, നീ എന്നെ പറഞ്ഞു പറ്റിച്ചു. ബാറ്റി വിഷമത്തോടെ അവിടെ നിന്നും ഓടിപ്പോയി. താൻ പറഞ്ഞത് അവൾ തെറ്റായാണ് എടുത്തതെന്ന് ഫ്രെഡിക്ക് മനസ്സിലായി. അവൻ അവളെ തിരഞ്ഞ് അവളുടെ അടുത്തേക്ക് പോയി. ബാറ്റി അപ്പോൾ ഒരു കാർബോർഡിനുള്ളിൽ ഇരിക്കുകയായിരുന്നു. ഫ്രെഡിയെ വീണ്ടും കണ്ട ബാറ്റി ഇതാണ് എൻ്റെ വീട്. അവൾ വിഷമത്തോടെ അവളുടെ കഥ പറഞ്ഞു. നിനക്കറിയുമോ, ഞാനും ഒരു കടയിലെ നല്ല ഡോഗായിരുന്നു. എന്നെ വാങ്ങാൻ ഒരാൾ വരും, ഒരു വലിയ വീട്, അവിടുത്തെ കുട്ടികളുമായി ഞാൻ കളിക്കും എന്നൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഞാനൊരു പെൺഡോഗ് ആയതുകൊണ്ട് തന്നെ എന്നെ ആരും വാങ്ങിയില്ല. ആരും വാങ്ങാത്ത ഡോഗിനെ കടക്കാർക്കും ആവശ്യമില്ലാത്തത് കൊണ്ട് അവർ എന്നെ പുറത്താക്കി. അന്നു മുതൽ ഞാൻ തനിച്ചായി ഒരു തെരുവ് നായയുമായി. അവളുടെ കഥകൾ കേട്ട ഫ്രെഡി താൻ ഒരു വൂൾഫാണെന്ന് പറയാൻ വരുന്നുണ്ടെങ്കിലും എന്തോ അവന് കഴിയുന്നില്ല. പകരം തൻ്റെ ഫാമിലിയിലുള്ളവർ വലുതാണെന്നും ശക്തരാണെന്നും അതുകൊണ്ട് തന്നെ എനിക്കും അവരെ പോലെയാകാനാണ് ഈ റിങ്ങെന്നും അവൻ പറഞ്ഞു. ബാറ്റി അവനോട് അവൻ്റെ അച്ഛൻ മുൻപ് പറഞ്ഞതുപോലെ ശക്തനാണ് എന്നതിലല്ല, നല്ലൊരു മനസ്സാണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് നേരത്തെ വന്ന പട്ടിപ്പിടുത്തക്കാർ അവർ രണ്ടുപേരെയും പിടിച്ചുകൊണ്ട് കോൾഡ് ഫാക്സിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തി അവരുടെ ഫോട്ടോസും എടുക്കുന്നു. ആ ഫോട്ടോസ് നേരെ പോകുന്നത് ഫാക്ടറിയുടെ ഉടമയായ ഓട്സ്പെറിനാണ്. ഓട്സ്പെറിന് തനിക്ക് കിട്ടിയ പുതിയ പട്ടികളുടെ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്ക്രിപ്റ്റ് നേരത്തെ ഫ്രെഡിയുടെ ഡീറ്റെയിൽസ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്നും ഓട്സ്പെറിന്റെ വീട്ടിലെ ഡോഗാണെന്ന് കരുതി അവനോട് നിങ്ങളുടെ വീട്ടിലെ ഡോഗ് എന്റെ മോതിരം കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ഓട്സ്പെറിന്റെ ഒരു മുടി പറിച്ചെടുക്കുന്നു. ഓട്സ്പെറിന്റെ ഡ്രൈവർ വന്ന് സ്ക്രിപ്സിനെ എടുത്ത് കുപ്പത്തൊട്ടിയിലേക്ക് എറിഞ്ഞു. ഇപ്പോഴാണ് നേരത്തെ കണ്ട ഡോഗ്സിന്റെ ഫോട്ടോസിന്റെ ഒപ്പം ഫ്രെഡിയുടെ ഫോട്ടോസും ഓട്സ്പെർ കണ്ടത്. അവൻ ഉടനെ ഫാക്ടറിയിലേക്ക് വെച്ച് പിടിപ്പിച്ചു. ഫ്രെഡിയെയും ബാറ്റിയെയും ഒരു സെല്ലിൽ അടച്ചു. അവിടെ വേറെയും 3 ഡോഗ്സ് ഉണ്ടായിരുന്നു. ഈ ഡോഗിന്റെ പേര് ടുച്ചി. കാണാൻ നല്ല ചെറുതാണ്. എന്നാൽ ആരെങ്കിലും താൻ ചെറുതാണ് എന്ന് പറഞ്ഞാൽ ടുച്ചി പിന്നെ പുലിയായി മാറും. ഈ കൂട്ടത്തിലെ സൈക്കോളജിസ്റ്റ് ആണ് ഹാമിഷ്. പിന്നെ ഉള്ള ബ്രൂണോ. ഇവന് ബോളും മാത്രം പറയുകയുള്ളൂ. ബാറ്റിക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടണം. അപ്പോൾ ടുച്ചി പറഞ്ഞു, അതിന് ഒരിക്കലും സാധിക്കില്ല. ഞങ്ങൾ ഒരുപാട് തവണ ട്രൈ ചെയ്തതെല്ലാം പാളിപ്പോയി. അപ്പോഴാണ് അവിടേക്ക് ഓട്സ്പെർ വരുന്നത്. ഓട്സ്പെറിനെ കണ്ടതും ഫ്രെഡി അങ്കിൾ വന്നു, അങ്കിൾ എന്നെ കൊണ്ടുപോകാൻ വന്നു എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്നു. ഓട്സ്പെർ അവനെ ആരുമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഫ്രെഡിയുടെ കയ്യിൽ നിന്ന് മോൺസ്റ്റർ റിംഗ് എടുത്തു. എന്നിട്ട് അവനെ തിരിച്ച് സെല്ലിൽ തന്നെ കൊണ്ടുപോയിടാൻ പറഞ്ഞു. ഫ്രെഡിക്കൊന്നും മനസ്സിലായില്ല. അവനെ അവിടെ നിന്നും കൊണ്ടുപോകുമ്പോൾ ഫ്രെഡി കാണുന്നത് അവൻ്റെ അങ്കിളിൻ്റെ അസിസ്റ്റന്റ് ഒരു റിമോട്ട് ഓട്സ്പെറിന് കൊടുക്കുന്നതാണ്. തിരിച്ച് സെല്ലിലേക്ക് വന്ന ഫ്രെഡി ഒരു വെയർവൂൾഫ് ആണെന്ന് അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി. അടുത്ത സീനിൽ കാണിക്കുന്നത് സ്ക്രിപ്പിനെയാണ്. അവൻ ഫ്രെഡിയുടെയും ഓട്സ്പെറിന്റെയും ഹെയർ ക്രോസ് ചെയ്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഓട്സ്പെർ ഒരു വെയർവൂൾഫ് ആണെന്ന് മനസ്സിലായി. സെല്ലിൽ ബാറ്റി ഫ്രെഡിയുമായി പിണങ്ങി ഇരിക്കുകയാണ്. അപ്പോഴാണ് അവിടെയുള്ളവർക്ക് ഫുഡ് കൊടുക്കുന്നത്. ഇത്രയും പേർക്ക് ഒരു എല്ലും കഷ്ണമാണ് ആ ദുഷ്ടന്മാർ കൊടുത്തത്. എന്നാൽ ആ എല്ലും കഷ്ണം കൊണ്ട് തന്നെ ബാറ്റി സെല്ല് ഫുള്ളായി അടക്കാതെ നിർത്തി. എന്നിട്ട് ടുച്ചിയെ അതിലൂടെ കടത്തി സെല്ല് തുറക്കാനുള്ള ബട്ടൺ പ്രസ് ചെയ്യാൻ പറഞ്ഞു. എന്നാൽ ടുച്ചി ബട്ടൺ മാറി റെഡ് ബട്ടൺ പ്രസ് ചെയ്തു. ടുച്ചി വേഗം സെല്ലിനുള്ളിലേക്ക് തിരിച്ചു കയറി. ശബ്ദം കേട്ട് ആ പെണ്ണും പിള്ളയും അവരുടെ നായയും വന്നു. ഇവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കിയത് ബാറ്റിയാണെന്ന് മനസ്സിലാക്കി അവളെ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ ഫ്രെഡി ആ കുറ്റം സ്വയം ഏറ്റെടുത്തു. അവർ അവനെ കൊണ്ടുപോകുന്നത് ഈ ഫാക്ടറിയിൽ തന്നെ അടച്ചിട്ടിരിക്കുന്ന ബീസ്റ്റിന്റെ സെല്ലിലേക്കാണ്. മിസ്സിസ് മാർട്ടൻ ഫ്രെഡിയെ പറ്റി ഓട്സ്പെറിനോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ഉടനെ തന്നെ കണ്ടെത്തും എന്ന് പറഞ്ഞു പോയി. അപ്പോഴാണ് ഓട്സ്പെറിന്റെ വണ്ടിയിൽ ഫ്രെഡിയുടെ ഫോട്ടോ മിസ്സിസ് മാർട്ടൻ കണ്ടത്. പിന്നെ നമ്മൾ കാണുന്നത് ഇതുവരെ കണ്ട മിസ്സിസ് മാർട്ടനെ അല്ല. ജാക്കറ്റും ഇട്ട് ബുള്ളറ്റും ഓടിച്ച് ഒരു പറപ്പിക്കലാണ് ഫ്രെഡിയുടെ അടുത്തേക്ക്. സെല്ലിൽ ബാറ്റിക്ക് ഒരു സമാധാനവുമില്ല. അവൻ എന്നോട് വെയർവൂൾഫ് ആണെന്ന് പറഞ്ഞില്ല, എന്നാൽ അവൻ എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. ആ ബീസ്റ്റ് അവനെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് നമുക്ക് അവനെ രക്ഷപ്പെടുത്തണം. അങ്ങനെ അവർ വെന്റിലേഷനിലൂടെ പോകുന്നു.
അപ്പോഴാണ് അവർ ഒരു കാര്യം കാണുന്നത്. ഓട്സ്പറിൻ്റെയും ആ പെണ്ണും പിള്ളയുടെയും പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഡോഗ്സിനെ കൊന്ന് ആളുകൾക്ക് വിഗുണ്ടാക്കുക എന്നതാണ്. ഇത് കണ്ട് അവർ ശരിക്കും ഞെട്ടി. അവിടെ ബീസ്റ്റിന്റെ സെല്ലിൽ ഫ്രെഡി ആകെ പേടിച്ചിരിക്കുമ്പോഴാണ് ആ ബീസ്റ്റ് അവന്റെ അടുത്തേക്ക് വരുന്നത്. ഇപ്പോഴാണ് ഈ മൂവിയിലെ ചെറിയൊരു ട്വിസ്റ്റ്. ആ ബീസ്റ്റ് ആരാണെന്നറിയാമോ? അത് നമ്മുടെ ഫ്ലാഷ് ആർട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഫ്രെഡിയുടെ അച്ഛൻ. വെയർവൂൾഫ് ആവാതെ ഒരു ഡോഗായി മാറിയ ഫ്രെഡിയെ ഫ്ലാഷ് ആർട്ട് തിരിച്ചറിഞ്ഞു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവന്റെ സ്മെല്ല് വെച്ചും പിന്നെ അവന്റെ കൈത്തിലെ ആ സിൽവർ ബെൽറ്റിലെ ഇതെല്ലാം വെച്ചാണ് ഫ്ലാഷ് ആർട്ടിന് ഇത് തന്റെ മകനാണെന്ന് മനസ്സിലായത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തന്റെ അച്ഛനെ വീണ്ടും കണ്ടതിൽ ഫ്രെഡിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഫ്ലാഷ് ആർട്ട് അന്ന് സംഭവിച്ചത് ഫ്രെഡിയോട് പറയുന്നു. അന്ന് ഞാൻ അത്രയും താഴ്ത്തുനിന്ന് വീണിട്ടും നിന്നെ കാണാനായി വീട്ടിലേക്ക് വരികയായിരുന്നു. എന്നാൽ അന്ന് 2 മനുഷ്യർ വന്ന് എന്നെ പിടിച്ച് ഇവിടെ ഈ സെല്ലിൽ കൊടുന്ന് ഇട്ടു. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആരെങ്കിലും എന്നെ രക്ഷപ്പെടുത്താൻ ഇവിടേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെ ഒരാൾ വന്നു. അത് നമ്മുടെ അങ്കിൾ ഓട്സ്പർ ആയിരുന്നു. എന്നാൽ അവൻ എന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകാനല്ല വന്നത്. അവൻക്ക് എൻ്റെ അധികാരം വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ എന്നെ വീണ്ടും തളച്ചിട്ട് പോയി. അതിനുശേഷം ഞാൻ ഈ ഇരുട്ടുമുറിയിലാണ്. ഫ്രെഡി താനൊരു ഡോഗായി മാറിയെന്നും ഡോഗുകളിൽ നല്ലവരുണ്ടെന്നും തനിക്ക് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടെന്നും തൻ്റെ അച്ഛനോട് പറഞ്ഞു. അവിടേക്ക് ബാറ്റും മറ്റുള്ളവരും വന്നപ്പോൾ ഫ്രെഡി തൻ്റെ അച്ഛനെ പരിചയപ്പെടുത്തി കൊടുത്തു. അവർ അങ്ങനെ മറ്റൊരു വഴിയിലൂടെ പോകാൻ നോക്കിയപ്പോൾ അവിടേക്ക് ആ പെണ്ണും പിള്ളയും അവളുടെ ആളുകളും വന്നു. ഇനി എങ്ങനെ രക്ഷപ്പെടും എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് മിസ്സിസ് മാർട്ടന്റെ മാസ് എൻട്രി. ഇനിയെല്ലാം മിസ്സിസ് മാർട്ടൻ നോക്കിക്കോളും. ടുച്ചി ഒഴികെ ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു. ഫ്രെഡിയുടെ കൈത്തിലുണ്ടായിരുന്ന സിൽവർ ബെൽറ്റ് ഫ്ലാഷ് ആർട്ട് പൊട്ടിച്ചതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം തട്ടിയപ്പോൾ ഫ്രെഡി മനുഷ്യനായി മാറിയപ്പോൾ ദേഹത്ത് ഇച്ചിരി പോലും വസ്ത്രമില്ല. ബാറ്റിയുടെ മുന്നിൽ നാണം കെട്ടു. ഫ്ലാഷ് ആർട്ടിന്റെ കയ്യിൽ ഇപ്പോഴും സിൽവർ ബെൽറ്റ് ഉള്ളതുകൊണ്ട് അയാൾ മനുഷ്യനായി മാറിയിട്ടില്ല. പിന്നെ എവിടുന്നൊക്കെ ഡ്രസ്സ് ഒപ്പിച്ച് ഇട്ടു. അവിടെ എല്ലാവരും ഫ്രെഡിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അവിടേക്ക് ഓട്സ്പർ വന്ന് താൻ സാഹസികമായി മൂൺ സ്റ്റോൺ റിംഗ് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഇനി മുതൽ നിങ്ങളുടെ ഐ ഹോളർ വൂൾഫ് താനാണെന്നും പറയുന്നു. ഡോഗ്സിനെ കൊല്ലാനുണ്ടാക്കിയ മെഷീനും കാണിച്ചു കൊടുത്തു. അവിടെയുള്ള എല്ലാവരും ഇപ്പോൾ വൂൾഫ് രൂപത്തിലേക്ക് മാറി. ഹോട്സ്പർ ആ റിമോട്ട് പ്രസ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ അവിടേക്ക് ഫ്രെഡി വന്ന് മൂൺ സ്റ്റോൺ റിംഗ് സ്ക്രിപ്പിന്റെ കയ്യിൽ നിന്ന് ഞാനാണ് എടുത്തത് എന്ന് പറയുന്നു. ഓട്സ്പർ അത് എതിർക്കാൻ വന്നപ്പോഴേക്കും നമ്മുടെ ഫ്ലാഷ് ആർട്ടും മുന്നോട്ട് വന്നു. ഫ്ലാഷ് ആർട്ടിനെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. അപ്പോൾ വേറൊരാളുടെ എൻട്രി. അത് സ്ക്രിപ്പ് ആയിരുന്നു. ക്രിപ്സ് താൻ ഉണ്ടാക്കിയ മെഷീൻ വെച്ച് ഫ്ലാഷ് ആർട്ടിനെയും അവിടെയുണ്ടായിരുന്ന മറ്റു വൂൾഫുകളെയും ബോധം കെടുത്തി. ചെന്നായ കൂട്ടത്തിന്റെ കൂടെ ഫ്രെഡിയെ കണ്ടപ്പോൾ സ്ക്രിപ്പിനെ താൻ മുൻപ് രക്ഷിക്കാൻ ശ്രമിച്ച ആ ചെറിയ കുട്ടിയാണ് ഇതെന്ന് മനസ്സിലാകുന്നു. സ്ക്രിപ്പ് ഫ്രെഡിയോട് നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് പറയുന്നു. ഫ്രെഡിയും ഇതെല്ലാം എൻ്റെ ഫാമിലിയാണ് എന്ന് തിരിച്ചും പറഞ്ഞു. ഈ സമയം ഓട്സ്പർ സ്ക്രിപ്പിനെ അടിച്ചതും സ്ക്രിപ്പിന്റെ ബോധം പോയി. ഫ്രെഡി അവിടെ കിടന്ന റിമോട്ടറുമായി ഓടി. പിന്നാലെ ഓട്സ്പറും. ഫാക്ടറിയിൽ മിസ്സിസ് മാർട്ടൻ തന്ത്രപരമായി ഡോഗ്സിനെ അടക്കുന്ന സെല്ലുകൾ തുറന്ന് അവരെ രക്ഷപ്പെടുത്തുന്നു. റിമോട്ടിന്റെ ബട്ടൺ പ്രസ്സായി മെഷീൻ വർക്ക് ചെയ്യാനും തുടങ്ങി. എന്നാൽ നമ്മുടെ കുട്ടി ടുച്ചി ആ മെഷീന്റെ വയർ തന്നെ കടിച്ചു പൊട്ടിച്ചു. മെഷീൻ ഇപ്പോൾ വർക്കാകുന്നില്ല. ഇതെല്ലാം അവിടെ സ്ക്രീനിൽ ഫ്രെഡിയും ഓട്സ്പറും മറ്റുള്ളവരും കാണുന്നു. ഓട്സ്പർ ഫ്രെഡിയെ പിടിക്കാൻ പോകുന്നു. ഫ്രെഡി ഓടി വീടിന്റെ റൂഫ് ടോപ്പിലെത്തി. അവൻ നിൽക്കുന്ന ഭാഗത്തേക്ക് മൂൺലൈറ്റും വന്നു. എല്ലാവരും അവനെ എൻകറേജ് ചെയ്യുന്നു. അങ്ങനെ അവൻ ഒരു ഡോഗായി മാറി. ഇത് കണ്ട ഓട്സ്പർ അവനെ കളിയാക്കുന്നു. വീണ്ടും ഒരു ചെറിയ നായക്കുട്ടി. എന്നാൽ ഫ്രെഡി ഇപ്പോൾ ഒരു സാധാരണ ഡോഗല്ല. അവനിപ്പോൾ ഒരു വെയർവൂൾഫ് ഡോഗാണ്. അവന്റെ ഒറ്റ അലറിൽ തന്നെ ഓട്സ്പർ തെറിച്ചു വീണു. ഫ്ലാഷ് ആർട്ടും ബാറ്റിയും മറ്റുള്ള എല്ലാ വൂൾഫും അവന്റെ മാറ്റം കണ്ടു സന്തോഷിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഡോഗ്സിനെ കൊല്ലാൻ നോക്കിയ ആ ഫാക്ടറിയിലുള്ള എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെയുള്ള എല്ലാ ഡോഗുകളും ഇപ്പോൾ ഫ്രെഡിയുടെ വീട്ടിലുണ്ട്. എല്ലാ ഡോഗും അവർക്ക് ഇഷ്ടപ്പെട്ട ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ചെന്നായകൾക്കും ഇപ്പോൾ ഡോഗുകളെ ഇഷ്ടമായിട്ടുണ്ട്. നമ്മുടെ ഓട്സ്പറും മനസ്സ് മാറി ഇവരുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ബാറ്റി ഇപ്പോൾ ഫ്രെഡിയുടെ കൂടെയാണ്. ഫ്രെഡിക്ക് ഇപ്പോൾ ഒരു പൂർണ്ണ വെയർവൂൾഫ് ആവാൻ താല്പര്യമില്ല. കാരണം ഇപ്പോൾ ചെന്നായകളുടെ തലവനാവാൻ അവന്റെ അച്ഛനുണ്ടല്ലോ. അവൻ ഈ ക്യൂട്ടായ ഡോഗായാൽ തന്നെ മതി. ഇനിയും സമയമുണ്ട് അവൻ ഒരു 100% വൂൾഫായി മാറാൻ. ഇങ്ങനെ അവനെയും അവന്റെ അച്ഛനെയും കാണിച്ചുകൊണ്ടാണ് ഈ അടിപൊളി മൂവി അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ മൂവിയിൽ ഏത് ക്യാരക്ടറിനാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് കമൻറ്റിൽ പറയുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.